സെക്രട്ടേറിയറ്റിന് മുന്നിൽ റോഡ് ഉപരോധിച്ച് CPO റാങ്ക് ഹോൾഡേഴ്സ്. സ്ഥലത്ത് വൻ പോലീസ് സന്നാഹം ഏർപ്പെടുത്തി. 2019 റാങ്ക് ലിസ്റ്റിൽ നിന്ന് പരമാവധി ഉദ്യോഗാർത്ഥികളെ നിയമിച്ചില്ല എന്നാണ് റാങ്ക് ഹോൾഡേഴ്സിന്റെ പരാതി. മുഹമ്മദ് ആഷിഖ് വിവരങ്ങൾ നൽകാൻ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ആഷിഖ്, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മൾ കാണുന്നതാണ് ഈ ഉദ്യോഗാർത്ഥികളുടെ സമരം, പ്രതിഷേധം. അവരിപ്പോഴും ഈ റോഡ് ഉപരോധിച്ചുള്ള പ്രതിഷേധം തുടരുകയാണോ? തീർച്ചയായും അമൃത, കഴിഞ്ഞ 24 ദിവസങ്ങളായി സെക്രട്ടേറിയറ്റിനും പടിക്കൽ മുന്നിൽ ഈ CPO റാങ്ക് ഹോൾഡേഴ്സ് നടത്തിവരുന്ന സമരത്തിന്റെ തുടർച്ചയായിട്ടാണ് ഇന്ന് റോഡ് ഉപരോധ സമരത്തിലേക്ക് ഇവർ കടന്നിരിക്കുന്നത്. കഴിഞ്ഞ 5 വർഷം മുമ്പ് പ്രസിദ്ധീകരിച്ച CPO റാങ്ക് ലിസ്റ്റിൽ 21% മാത്രമേ നിയമനം നടന്നിട്ടുള്ളൂ. മറ്റുള്ളവരെല്ലാം പുറത്തു നിൽക്കുകയാണെന്ന് കാട്ടിയാണ് റാങ്ക് ഹോൾഡേഴ്സ് സമരം ആരംഭിച്ചത്. ഏതാണ്ട് ഇനി ഈ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി 32 ദിവസം മാത്രം ബാക്കി നിൽക്കുകയാണ്. ബാക്കിയുള്ളവർക്ക് കൂടി, ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ട ബാക്കിയുള്ളവർക്ക് കൂടി നിയമനം നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് തുടർച്ചയായ ദിവസങ്ങളിൽ സമരം നടത്തി വരുന്നത്. ഈ കഴിഞ്ഞ ദിവസം 2 ദിവസമായി നിരാഹാര സത്യാഗ്രഹവും അതിന്റെ ഭാഗമായിട്ടുണ്ട്. മറ്റ് പല സമരമാർഗങ്ങളും സ്വീകരിച്ചിട്ടും തങ്ങളുടെ ആവശ്യം അധികാരികൾ കേൾക്കുന്നില്ല എന്നൊരു പരാതി ഇവർക്കുണ്ട്. നിരവധി തവണ ശയന പ്രദർശനം, മീശവടിക്കൽ, മൊട്ടയടിക്കൽ അടക്കം വിവിധ തരം സമരമുറകൾ സ്വീകരിച്ചിട്ടും അധികാരികൾ തങ്ങളുടെ ആവശ്യം കേൾക്കുന്നില്ല എന്ന കാര്യം ഉയർത്തിയാണ് ഇപ്പോൾ റോഡ് ഉപരോധിക്കുന്നത്. ഏതാണ്ട് അരമണിക്കൂറായി ഇവർ റോഡ് ഉപരോധിക്കുന്നു. മുദ്രാവാക്യം വിളികളോടെ റോഡ് ഉപരോധിക്കുകയായിരുന്നു ഇത്രയും നേരം. ഇപ്പോൾ വലിയ പോലീസ് സന്നാഹം ഇവരെ ഇവിടെ നിന്ന് മാറ്റാനാണ് എന്ന് കരുതുന്നു. വലിയ പോലീസ് സന്നാഹം ഈ സമരത്തിന്റെ സമീപം തന്നെയുണ്ട്. കൂടുതൽ പോലീസുകാർ ഇവിടേക്ക് എത്തും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനിയും അധികം നേരം ഈ ഉപരോധം നീണ്ടു നിന്നാൽ പോലീസ് ഇടപെടും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്പനേരം മുമ്പ് തൊട്ടപ്പുറേ നിരാഹാര സമരം നടത്തിക്കൊണ്ടിരുന്ന യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലടക്കം ഈ സമരത്തിന്റെ ഭാഗമായി ഇവിടെ എത്തിയിരുന്നു. അവർ കൂടി ഈ പോലീസ് ഉദ്യോഗസ്ഥരുമായും മറ്റും ചർച്ച നടത്തുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിലും കൂടാതെ KSU സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യർ അടക്കം ഈ സമരത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് മുൻപ് തന്നെ രംഗത്ത് വന്നതാണ്. ഈ റോഡ് ഉപരോധത്തിന്റെ ഭാഗമായി ഇരുവരും അല്പനേരം മുമ്പ് സമരത്തിന്റെ ഭാഗമായി ചേർന്നിരുന്നു. ഇപ്പോൾ അവർ പോലീസ് ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തുകയാണ്. വലിയ പോലീസ് സന്നാഹം സമരത്തെ ഇവിടെ നിന്ന് മാറ്റാനാണ് എന്ന് കരുതുന്നു. വലിയ പോലീസ് സന്നാഹം ഇവിടെ എത്തിയിട്ടുണ്ട്. 2 വണ്ടി പോലീസുകാർ എത്തിയിട്ടുണ്ട് ഇവിടെ. ഏതായാലും നിയമനം, തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതുവരെ സമരം നിർത്തുകയില്ല എന്ന് തന്നെ ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ റോഡ് ഉപരോധം തുടരുന്നത്. കഴിഞ്ഞ ദിവസം വലിയ സമരം, ഇതിന് സമാനമായ സമര മാർഗങ്ങൾ ഇവർ സ്വീകരിച്ചിരുന്നു. റോഡ് ഉപരോധം മണിക്കൂറുകൾ നീണ്ടുപോയിരുന്നു. അതിൽ വൈകാരികമായ പല പ്രകടനങ്ങളും ഉണ്ടായിരുന്നു. ശരീരത്ത് പെട്രോൾ ഒഴിച്ച് കത്തിക്കുന്നതടക്കമുള്ള പല പ്രതിഷേധ മാർഗങ്ങളും സ്വീകരിച്ചിരുന്നു. ഒടുവിലാണ് ഇന്ന് ഇപ്പോൾ വീണ്ടും റോഡ് ഉപരോധ സമരത്തിലേക്ക് കടക്കുന്നത്. വീണ്ടും റോഡ് ഉപരോധത്തിലേക്ക് കടക്കുകയാണ്. എന്താണ് ഇത് ഈ പറയുന്നത്? നമ്മുടെ മുദ്രാവാക്യം തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. കഴിഞ്ഞ LGSന്റെ സമരം നടന്ന സമയത്ത് മുഖ്യമന്ത്രി ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ടായിരുന്നു. അതായത് വേക്കൻസിക്ക് ആനുപാതികമായിട്ട് മാത്രമേ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കൂ. അങ്ങനെ പ്രസിദ്ധീകരിച്ച ലിസ്റ്റാണ് ഇത് ഇപ്പം നടന്നത്. ഈ 13,000 പേരുടെ ലിസ്റ്റ് ഇട്ടത്. അതിൽ 3,000 പേർക്ക് മാത്രമേ നിയമനം കിട്ടിയിട്ടുള്ളൂ. അപ്പം PHQയിൽ വിളിച്ച് ചോദിക്കുമ്പോൾ ഇപ്പം വേക്കൻസി ഇല്ല. ഇത്ര ദിവസം സമരം തുടരുന്നു. ഇനി ഏതെങ്കിലും പ്രതീക്ഷ എങ്ങനെയാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? സർക്കാരിന് സാമ്പത്തിക മാന്ദ്യവും സർക്കാരിനും അറിയാം, വേക്കൻസി ഇല്ലെന്ന് PHQനും അറിയാം. അപ്പം നമ്മൾ ഈ 3,000 പേര് മാത്രം ഇങ്ങനെ വിളിച്ച് നിർത്തിയിരിക്കുന്നത്. അടുത്ത നോട്ടിഫിക്കേഷനും വിട്ട് അടുത്ത എക്സാമും നടത്തി, ഫിസിക്കലും നടത്തി. അപ്പോൾ അതേത് വേക്കൻസി വെച്ചിട്ട് 1-2 വർഷമില്ല, 5 വർഷത്തെ വേക്കൻസി. 5 വർഷം വേക്കൻസി കൊണ്ട് ഒരു തരാതെ പൂഴ്ത്തി വെച്ചിരിക്കുന്നതാണ്. തീർച്ചയായും അമൃത, അത് തന്നെയാണ്. ദീർഘകാലം പഠിച്ച് പരീക്ഷ എഴുതി റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട യുവാക്കളാണ് തെരുവിൽ സമരം ചെയ്യേണ്ടി വരുന്നത്. തങ്ങളുടെ നിയമനത്തിന് വേണ്ടി, തങ്ങൾക്ക് അവകാശപ്പെട്ട ജോലിക്ക് വേണ്ടി തെരുവിൽ സമരം ചെയ്യേണ്ടി വരുന്നത് എന്ന് തന്നെയാണ് ഈ സമരത്തിൻ്റെ ഏറ്റവും ദുഃഖകരമായ കാഴ്ച. ദിവസങ്ങളായി, ഏതാണ്ട് 24 ദിവസമായി സെക്രട്ടേറിയറ്റ് പടിക്കൽ സമരം തുടരുകയാണ്. അനിശ്ചിതകാല സമരം ആരംഭിച്ചിട്ട് അതിന് മുൻപ് തന്നെ പല ഘട്ടങ്ങളിലായി ഇവർ സമരരംഗത്തുണ്ടായിരുന്നു. ഈ കഴിഞ്ഞ അനിശ്ചിതകാല സമരം കൊണ്ടും ഏതെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ അധികാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല എന്ന് കണ്ട് 2 ദിവസമായി നിരാഹാര സത്യാഗ്രഹവും ആരംഭിച്ചിട്ടുണ്ട്. വിവിധ രാഷ്ട്രീയ സാമൂഹ്യ സംഘടനകളുടെ ഭാഗത്തു നിന്ന് വലിയ പിന്തുണ ഇവരുടെ സമരത്തിന് ലഭിച്ചെങ്കിലും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഇവരുടെ ആവശ്യങ്ങൾ ചെവിക്കൊള്ളുവാനുള്ള ഏതെങ്കിലും തരത്തിലുള്ള നടപടി ഉണ്ടായിട്ടില്ല.
അവതാശിക്കാട് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.